بسم الله الرحمن الرحيم اقرأ باسم ربك الذي خلق خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم. പശ്ചിമഘട്ട ഗിരിനിരകളുടെ താഴ്വാരത്തെ ഒരു സുന്ദര ഗ്രാമം. ഏറനാടൻ പ്രകൃതി സൗന്ദര്യം വശ്യമാക്കിയ ഈ മനോഹര ഗ്രാമം ജാതിമത വർഗവർണ്ണങ്ങൾ സംസർഗം സമന്വയിച്ച സംഗമ ഭൂമി കൂടിയാണ്. നിലമ്പൂർ താലൂക്കിൽ പോരൂർ പഞ്ചായത്തിലെ ചെറുകോട് എന്ന ഈ സുന്ദര ഭൂമിക പലപ്പോഴും അറിയപ്പെട്ടത് മതസൗഹാർദ്ദത്തിന്റെ ഈറ്റില്യമായിട്ടാണ്. ഈ ഗ്രാമത്തോടൊപ്പം പലപ്പോഴും ചേർത്തു വായിക്കപ്പെട്ട ഒരു സ്ഥാപനമാണ് അൽ ഹിദായ ഇസ്ലാമിക് അക്കാദമി. നന്മകൾ കൊണ്ട് മുദ്രണം തീർക്കുന്ന ഒരുപാട് സംഘടനകളുണ്ട് ഈ മലയാള നാട്ടിൽ. അത്തരത്തിലുള്ള ഒരു സംഘടനയായിരുന്നു നുസ്രത്തുൽ ഇസ്ലാം സംഘം. 1998 ചെറുകോട് ലീഗ് ഓഫീസിൽ വെച്ച് ഒരു ചർച്ച നടന്നു. ചർച്ചയിൽ പ്രദേശത്തെ സുമനസ്സുകളായ പൗരപ്രമുഖരെല്ലാം സന്നിഹിതരായിരുന്നു. പ്രദേശത്തും പരിസര പ്രദേശത്തും അനാഥകളും അഗതികളുമായ നിർധന കുടുംബത്തിലെ കുട്ടികളെ ഏറ്റെടുത്ത് ആവശ്യമായ വിദ്യാഭ്യാസവും തുടർ വിദ്യാഭ്യാസവും നൽകി സമൂഹ സമക്ഷം സമർപ്പിക്കുകയായിരുന്നു സംഘത്തിന്റെ ലക്ഷ്യം. സമൂഹത്തിൽ നിന്ന് ഉയർന്നു വന്ന ചെറുതും വലുതുമായ എതിർപ്പുകളൊന്നും വകവയ്ക്കാതെ തന്നെ സംഘം മുന്നോട്ടുപോയി. കെ മുഹമ്മദ് എന്ന മാനവ്, അഷ്റഫ് പൊറ്റയിൽ, കെ അബ്ദു ഹാജി, കെ വീരാൻ ഹാജി, ഉമ്മർ ഹാജി, ഹസൈനാർ ഹാജി, കരീം ഫൈസി, കബീർ ഫൈസി എന്നിവരെല്ലാം സംഘത്തിലെ പ്രധാനികളായിരുന്നു. ലക്ഷ്യസാക്ഷാത്കാരത്തിനു വേണ്ടി സ്ഥലം ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായി മേലെണ്ണം അടക്കമുള്ള സ്ഥലങ്ങൾ സന്ദർശിച്ചു. ആ സമയത്താണ് മഹദിയായ കൊക്കറിനെ ആമിന ഉമ്മയുടെ സമക്ഷം സ്ഥലം ഉണ്ടെന്ന വിവരം സംഘം അറിഞ്ഞത്. കാര്യം തിരക്കാനായി മഹദിയെ സമീപിച്ചു. എന്നാൽ സ്ഥലം മറ്റൊരു കാര്യത്തിനു വേണ്ടി നേർച്ചയാക്കിയതാണ് എന്നാണ് വിവരം കിട്ടിയത്. ആ സ്ഥലം സംഘത്തിന്റെ ഉദ്ദിഷ്ട പൂർത്തീകരണത്തിന് വിനിയോഗിക്കാമെങ്കിൽ സമ്മതമാണെന്നും വിവരം കിട്ടി. നേർച്ചയുടെ മസ്അലയെക്കുറിച്ചറിയാൻ സംഘം മർഹൂം പാണ്ടിക്കാട് ഉണ്ണിക്കോയ തങ്ങളെ സമീപിച്ചു. ഏറ്റെടുക്കാം എന്നായിരുന്നു തങ്ങളുടെ നിലപാടെങ്കിലും ഒന്നുകൂടെ കൃത്യത വരുത്താൻ വേണ്ടി അന്നത്തെ വണ്ടൂർ കാളിയായിരുന്ന മരുത അലവി മുസ്ലിയാരുടെ അടുത്തേക്ക് സംഘത്തെ അയച്ചു. വിഷയത്തിൽ തങ്ങളുടെ നിലപാട് തന്നെയായിരുന്നു ഉസ്താദിന്റേതും. അങ്ങനെ ആമിന ഉമ്മയുടെ ഉടമസ്ഥതയിലുള്ള 1 ഏക്കർ 85 സെന്റ് സ്ഥലം സംഘം ഏറ്റെടുത്തു. നാട്ടിലെ പൗരപ്രമുഖനായ ടി റഷീദിൽ നിന്ന് 20,000 രൂപ വായ്പ വാങ്ങി സ്ഥലത്തിന്റെ രജിസ്ട്രേഷൻ നടന്നു. അതോടൊപ്പം ഈ സ്ഥലത്തോട് ചേർന്ന് കിടന്നിരുന്ന കൊക്കറിനെ മുഹമ്മദ് മാസ്റ്റർ മകൻ അൻവർ അവരുടെ സഹോദരിമാർ അവരുടെ ഉടമസ്ഥതയിലുള്ള 3.5 ഏക്കർ സ്ഥലം കൂടി പണം കൊടുത്തു വാങ്ങി. അതേസമയം 2000 ആണ്ടിൽ 13 കുട്ടികൾക്ക് അഡ്മിഷൻ നൽകിക്കൊണ്ട് പാണക്കാട് സയ്യിദ് ഉമറലി ശിഹാബ് തങ്ങളുടെ മഹനീയ സാന്നിധ്യത്തിൽ ചെറുകോട്ടിൽ ഒരു വാടക വീടെടുത്ത് അതിൽ യതീംഖാനയ്ക്ക് തുടക്കം കുറിച്ചു. അപ്പോഴേക്കും സംഭാവന കിട്ടിയ സ്ഥലത്ത് പ്രഥമ ബിൽഡിംഗിന്റെയും ക്യാന്റീനിന്റെയും തറക്കല്ലിടൽ കർമ്മം 23 നവംബർ 2001 പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. മഹൽ സംരംഭത്തിലേക്കുള്ള ആദ്യ സാമ്പത്തിക സഹായമായി ചാക്കേരി സൈനബ എന്ന മഹദി 10,000 രൂപ നൽകി. പ്രസ്തുത സംരംഭത്തിന്റെ സാമ്പത്തിക ഫണ്ട് സ്വരൂപിക്കുന്നതിന്റെ ഭാഗമായി 2001 ഹസൈനാർ ഹാജി, ഹസൻ മുസ്ലിയാർ എന്നിവരുടെ നേതൃത്വത്തിൽ ഒരു സൗദി പര്യടനം നടത്തി. പ്രദേശത്തെ പ്രവാസി സുഹൃത്തുക്കൾ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ സംരംഭത്തിനു വേണ്ടി അകമഴിഞ്ഞ് സഹായിക്കുകയും സഹകരിക്കുകയും വഴി മഹൽ സംരംഭത്തിന് കൂടുതൽ ഊർജം പകരുകയും പുരോപ്രവർത്തനങ്ങൾക്കായി അൽ ഹിദായ ജിദ്ദ കമ്മിറ്റി നിലവിൽ വരികയും ചെയ്തു. പ്രസിഡന്റ് ഷൗക്കത്ത് മലക്കൽ, ജനറൽ സെക്രട്ടറി പൊറ്റയിൽ ഷൗക്കത്ത് അലി, ട്രഷറർ അസീസ് പാലക്കോട് എന്നിവരെ തെരഞ്ഞെടുത്തു. സ്ഥാപനത്തിന്റെ പ്രചരണാർത്ഥം 2012 ജിദ്ദയിലേക്ക് സ്ഥാപനത്തിന്റെ ജനറൽ സെക്രട്ടറി ടി കുഞ്ഞിമാൻ ഹാജിയും വൈസ് പ്രസിഡന്റ് കളത്തിങ്ങൽ ഹസൈനാർ ഹാജിയും ജിദ്ദ പര്യടനം നടത്തി. ശേഷം 2017 മൂക്കരൻകാടൻ മുഹമ്മദും ഹസൈനാർ ഹാജിയും ഖത്തർ സന്ദർശനം നടത്തി. നിലവിൽ അവിടെ അൽ ഹിദായയ്ക്കു വേണ്ടി ഖത്തർ ചാപ്റ്റർ കമ്മിറ്റി രൂപീകരിച്ചു.
പ്രദേശത്തെ ആത്മീയ നേതാവും ഋഷിവര്യനും പണ്ഡിത ശ്രേഷ്ഠനുമായിരുന്ന മർഹൂം എടപ്പുലം മാനുമുസ്ലിയാരുടെ സ്മരണയായിട്ടായിരുന്നു സ്ഥാപനം അറിയപ്പെട്ടത്. മർഹൂം പാണ്ടിക്കാട് ഉണ്ണിക്കോയ തങ്ങൾ പ്രഥമ പ്രസിഡന്റായി തെരഞ്ഞെടുത്ത കമ്മിറ്റിയുടെ കീഴിൽ എടപ്പുലം മാനുമുസ്ലിയാർ അനാഥ അഗതി മന്ദിരം ഉയർന്നുവന്നു. 2003 ചെറുകോട്ടെ വാടക കെട്ടിടത്തിൽ നിന്ന് നിർമ്മാണം പൂർത്തിയാക്കിയ കെട്ടിടത്തിലേക്ക് സ്ഥാപനം മാറ്റി. കാപ്പിൽ ആലിക്കുട്ടി മുസ്ലിയാർ, കാരക്കപ്പറമ്പ് മൊയ്തീൻകുട്ടി ഫൈസി, കൊടശ്ശേരി ആദം മുസ്ലിയാർ എന്നീ മത അധ്യാപകരുടെ നേതൃത്വത്തിൽ 21 കുട്ടികളുമായിട്ടാണ് പുതിയ കെട്ടിടത്തിലെ അധ്യയനം ആരംഭിച്ചത്. സെക്കൻഡറി വിദ്യാഭ്യാസവും നേടി പിരിഞ്ഞു പോകുന്ന യതീംഖാന വിദ്യാർത്ഥികളിലൂടെ സംഘത്തിന്റെ ഉദ്ദിഷ്ട പൂർത്തീകരണം ഉണ്ടാകുന്നില്ലെന്ന തോന്നൽ സംഘത്തിൽ ഒരു പുനർവിചിന്തനമുണ്ടാക്കി. ആയിടയ്ക്ക് 2012 നെല്ലിക്കുത്ത് ദർസിൽ നിന്നും 5 മുത്തഅല്ലിം വിദ്യാർത്ഥികളുമായി മർഹൂം അബ്ദുസലീം ഫൈസി സ്ഥാപനത്തിലേക്ക് കടന്നുവന്നു. ദീർഘവീക്ഷണവും കൂർമ്മബുദ്ധിയും പാണ്ഡിത്യവും ഒത്തിണങ്ങിയ ഉസ്താദിന്റെ ആഗമനം സ്ഥാപനത്തിന് ചരിത്രത്തിന്റെ ഒരു നാഴികക്കല്ലായി. യതീംഖാനയിൽ മുതിർന്ന വിദ്യാർത്ഥികളെ കൂട്ടി ഉസ്താദ് സ്ഥാപനത്തിൽ ഒരു ദർസ് തുടങ്ങി. അൽ ഹിദായ ദർസ് എന്ന പുതിയൊരു സംരംഭം അവിടെ ജനനം കൊണ്ടു. തൊട്ടടുത്ത വർഷം തന്നെ തെന്നിന്ത്യയിലെ അത്യുന്നത മതകലാലയമായ പട്ടിക്കാട് ജാമിയ നൂരിയ അറബിയയുമായി അഫിലിയേഷൻ ചെയ്ത് സ്ഥാപനത്തെ ഒരു ജൂനിയർ ശരീഅത്ത് കോളേജായി ഉയർത്തി. അതോടെ അൽ ഹിദായ ഇസ്ലാമിക് അക്കാദമി സ്ഥാപനം ഉയരുകയായിരുന്നു. കർമ്മമണ്ഡലത്തിൽ കരുത്തുറ്റ സേവനവുമായി ഉറച്ചുനിന്ന സലീം ഉസ്താദിന്റെ സേവനം സ്ഥാപനം ഉന്നതങ്ങളിൽ എത്തിച്ചു. ഷാഹിദ് മാസ്റ്റർ മാമ്പുഴ, സിറാജ് ഫൈസി മാമ്പുഴ എന്നീ അധ്യാപകരുടെ സാന്നിധ്യവും ഇത്തരുണത്തിൽ നിസ്തുലമായിരുന്നു. ഇതിനിടെ സ്ഥാപനത്തിന്റെ ഉയർച്ചയിൽ നിർണായക പങ്ക് വഹിച്ച മർഹൂം സലീം ഫൈസി ഉസ്താദിന്റെയും മർഹൂം പാണ്ടിക്കാട് ഉണ്ണിക്കോയ തങ്ങളുടെയും വിയോഗം സ്ഥാപന ചരിത്രത്തിലെ കറുത്ത അധ്യായങ്ങളായി. പ്രഥമ പ്രസിഡന്റായ ഉണ്ണിക്കോയ തങ്ങളുടെ വിയോഗശേഷം മുസ്ലിം കൈരളിയുടെ ആത്മീയ ജ്യോതിർഗോളം പാണക്കാട് സെയ്ദ് ഹൈദരലി ശിഹാബ് തങ്ങൾ സ്ഥാപനത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തു. ഇന്ന് പാണക്കാട് സെയ്ദ് ഹൈദരലി ശിഹാബ് തങ്ങൾ പ്രസിഡന്റായ കമ്മിറ്റിയുടെ കീഴിൽ 180ഓളം വിദ്യാർത്ഥികൾ അറിവ് നുകരുന്ന സ്ഥാപനത്തിൽ മണ്ണാർമല ഹാഡിസ് അറബി അൽ കാസിമി പ്രിൻസിപ്പലും മൂസ ഫൈസി പാണ്ടിക്കാട് വൈസ് പ്രിൻസിപ്പലും എടയാറ്റൂർ ഹുസൈൻ ഫൈസി മാനേജറുമാണ്. നിഖില മേഖലകളിലും കഴിവ് തെളിയിച്ച 11 മതഭൗതിക സമന്വയ ബിരുദ അധ്യാപകരുമായി സ്ഥാപനം മുന്നോട്ട് ഗമിക്കുന്നു. പ്രവിശ്യാലമായ ക്യാമ്പസിൽ 4 ഭാഷകളിലെ ഗ്രന്ഥങ്ങൾ റഫർ ചെയ്യാനുതകുന്ന ലൈബ്രറിയും ആധുനിക ടെക്നോളജിയിൽ തീർത്ത സ്മാർട്ട് ക്ലാസ് റൂമുകളുമുണ്ട്. ഭൗതിക വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി 2003 EMM അൽ ഹിദായ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിതമായി. വളർച്ചയുടെ പടവുകൾ താണ്ടി ഇന്ന് സ്ഥാപനം 7ാം ക്ലാസ് വരെ എത്തി നിൽക്കുന്നു. കരുവാരക്കുണ്ട് സൈനുൽ ആബിദ് മാസ്റ്ററുടെ നേതൃത്വത്തിൽ 16 അധ്യാപകരുമായി ഇന്നും സ്ഥാപനം കുതിപ്പ് തുടരുകയാണ്. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ അംഗീകാരത്തിലുള്ള മദ്രസ ഈ ഇംഗ്ലീഷ് സ്കൂളിന്റെ പ്രത്യേകതയാണ്. ഭൗതിക പഠനം മതപഠനത്തിന് തടസ്സമാവരുതെന്ന ഉദ്ദേശത്തിൽ സ്കൂളിലെ മദ്രസ വ്യതിരിക്തമായി തന്നെ നിലനിൽക്കുന്നു. സമീപ പ്രദേശത്തെ കഴിവുറ്റ അധ്യാപകരെ തെരഞ്ഞെടുത്ത് 13 മത അധ്യാപകർ മദ്രസയിൽ സേവനമനുഷ്ഠിക്കുന്നു. 3 ഉസ്താദുമാരടങ്ങുന്ന 21 കുട്ടികളുമായി EMM യതീംഖാന മദ്രസും ചേരിപ്പറമ്പ് പ്രദേശത്തെ ഇസ്സത്തുൽ ഇസ്ലാം മദ്രസയും നിലനിൽക്കുന്നത് ഈ സംഘത്തിന്റെ കീഴിലാണ്. കേവലം അനാഥാലയത്തിൽ തുടങ്ങി വൈജ്ഞാനിക മേഖലയിൽ വിപ്ലവം തീർത്ത് മുന്നേറുന്ന സംഘത്തിന്റെ പ്രചോദനം എന്നും സുമനസ്സുകളായ പ്രവാസികളും നാട്ടുകാരും തന്നെയാണ്. അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾക്ക് പ്രാർത്ഥന പകരമായി നൽകുകയാണിവിടെ നൂറുകണക്കിന് മുതഅല്ലിമുകൾ. ആത്മീയ ഗുരു അത്തിപ്പറ്റ മൊയ്തീൻകുട്ടി മുസ്ലിയാരുടെ ഇജാസത്തിൽ നടന്നുവരുന്ന മാസാന്ത സ്വലാത്തിലും നൂറുകണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന മജ്ലിസുന്നൂറിലും മറ്റു ദൈനംദിന പ്രാർത്ഥനകളിലുമെല്ലാം ഉൾപ്പെടുത്തുന്നത് സ്ഥാപനത്തെ സഹായിക്കുന്നവർക്ക് വേണ്ടിയാണ്. അഷ്ടദിക്കുകളിലേക്കും ഇസ്ലാമിന്റെ വെളിച്ചം വിതറുന്ന അൽ ഹിദായ ഇസ്ലാമിക് അക്കാദമി
ഇന്നും വളരുകയാണ്. കാലത്തെ കാതോർത്ത് കാലോചിത ചുവടുകളുമായി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, 18 വർഷങ്ങൾക്ക് മുമ്പ് വണ്ടൂർ ചെറുകോട് എടപ്പലം മാനുമുസ്ലിയാർ എന്ന മഹാപണ്ഡിതൻ്റെ നാമധേയത്തിൽ കേവലം ഒരു അനാഥ ആലയമായി തുടങ്ങിയ അൽ ഹിദായ ഇന്ന് നിരവധി മത ഭൗതിക വൈജ്ഞാനിക സംരംഭങ്ങളുമായി ഒരു ഇസ്ലാമിക് അക്കാദമിയായി മുന്നേറുകയാണ്. 18ാം വാർഷികം ആഘോഷിക്കുന്ന പ്രസ്തുത സ്ഥാപനത്തിൻ്റെ സമ്മേളനത്തിൽ തുടർന്നും നിങ്ങളുടെ എല്ലാ സഹായ സഹകരണങ്ങളും ഉണ്ടാവേണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബ്.